ഹലോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വീണ്ടും ചാനൽ ആംനോസിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പുതിയ വിഷയം, മനസ്സ് എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഏവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം. എന്താണ് മനസ്സ്? ഇത് അനേകർ ചോദിക്കുന്നതാണ്. മനസ്സിന് ആകൃതിയുണ്ടോ? മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് മനസ്സിൻ്റെ സ്ഥാനം? അതെങ്ങനെ പ്രവർത്തിക്കും എന്നിങ്ങനെ അനേകരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാറ്റില്ലെങ്കിലും ചില കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ എന്നോട് സഹകരിക്കുമെന്ന് വിചാരിക്കട്ടെ. തലച്ചോറാണ് മനസ്സെന്നാണ് പൊതുവെയുള്ള ധാരണ. മനുഷ്യ മനസ്സ് ദൃശ്യമല്ലാത്തതിനാൽ ദൃശ്യമായ തലച്ചോറ് ഒരിക്കലും മനസ്സാകാൻ സാധ്യതയില്ല. എന്നാൽ പൊതുവെ ഡോക്ടേഴ്സും സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നതും സൈക്കാട്രിസ്റ്റും പറയുന്നത് മനസ്സിൻ്റെ ഘടകങ്ങൾ തലച്ചോറിലാണെന്നാണ്. ചിന്തകൾ, വികാരങ്ങൾ, ഭാവനകൾ, ഓർമ്മകൾ എന്നിവയുടെ എല്ലാം ബോധപൂർവമോ അബോധപൂർവമോ അവലംബിക്കുന്നതാണ് മനസ്സെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭയം, ഉത്കണ്ഠ, ദേഷ്യം എന്നിവയും മനസ്സിൻ്റെ പ്രവർത്തനങ്ങളാണ്. അതിനാൽ ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങളുടെ പ്രതിസന്ധികളും ശരീരത്തെയും ബാധിക്കും. മനസ്സിനെ അതുകൊണ്ടാണ് മനക്ലേശം എന്നൊക്കെ നാം പറയുന്നത്. ശരീരത്തിൻ്റെ ഉണ്ടാകുന്ന അവസ്ഥാവിശേഷങ്ങൾ അത് മനസ്സിനെയും മനസ്സിനുണ്ടാകുന്ന വിഷയങ്ങൾ ശരീരത്തെയും ഒരുപോലെ ബാധിക്കുന്നതാണ്. ഇത് തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ശരീരം ദൃശ്യമാണെങ്കിലും മനസ്സ് ദൃശ്യമല്ല. അപ്പോൾ അതുകൊണ്ട് മനസ്സിൻ്റെ ഘടനയോ ആകൃതിയോ ഒന്നും വിശദമായി പറയാൻ ആർക്കും കഴിയില്ല. ചുറ്റുപാടുകളെക്കുറിച്ച് തിരിച്ചറിയുന്നതും അവയെ ആവശ്യാനുസരണം ഗ്രഹിക്കുന്നതും ചിന്തയിലൂടെയാണ്. അതായത് ചിന്താശേഷി ഇല്ലമില്ലാത്ത വ്യക്തിക്ക് പരിസരബോധമോ വിവേകമോ ഉണ്ടായിരിക്കുകയില്ല. ഭാവന അല്ലെങ്കിൽ ഇമേജ് സംവേദനത്തിലൂടെ സ്വീകരിക്കപ്പെട്ട അറിവുകളായി ആശയങ്ങളോ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നതാണ് ഭാവന. അല്ലെങ്കിൽ ഭാവന എന്നത് സംവേദനത്തിലൂടെ സ്വീകരിക്കപ്പെട്ട അറിവുകളോ ആശയങ്ങളോ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ചിന്തിക്കുന്നതാണ് ഭാവന. എന്നാൽ ഓർമ്മയും ഭാവനയും രണ്ടും രണ്ടാണ്. ഓർമ്മ അല്ലെങ്കിൽ മെമ്മറി, അറിവ് അല്ലെങ്കിൽ നോളജ്, അനുഭവം, എക്സ്പീരിയൻസ്, ശേഖരിക്കപ്പെട്ട അറിവ്, ഇൻഫോർമേറ്റീവ് എന്നിവയെല്ലാം സംരക്ഷിക്കുവാനും നിലനിർത്തുവാനും ആവശ്യാനുസരണം തിരിച്ചെടുക്കാനും സഹായിക്കുന്ന മാനസികാവസ്ഥയാണ് ഓർമ്മ. ഭാവന വേറെ, ഓർമ്മ വേറെ. അവബോധം മനസ്സിൽ നിന്നും ബോധ മനസ്സിലേക്ക് വിവരങ്ങൾ എത്തിക്കുന്നതും ഓർമ്മയാണ്. പാർക്കിൻസൺസ്, അൾഷിമേഴ്സ് രോഗികളിൽ ഓർമ്മ ഇല്ലാതാകുന്നതല്ല, മറിച്ച് അവബോധ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മുടെ ബോധ മനസ്സിലേക്ക് എത്താത്തതാണ് കാരണം. എന്നാൽ ബോധം എന്നത് വ്യക്തിയാധിഷ്ഠിത അനുഭവങ്ങളിലൂടെ പരിസരമായിട്ടും സഹജീവികളുമായിട്ടും ബന്ധപ്പെടുന്ന വികാരമാണ് ബോധം. സിഗ്മണ്ട് ഫ്രോയിഡ് തൻ്റെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു: സ്വന്തം മനസ്സിനെ സ്ഥിരതയുള്ളതാക്കുവാൻ ഒരാൾക്ക് സ്റ്റെബിലിറ്റി എപ്പോഴാണ് ഉണ്ടാകുന്നത്? മനസ്സിൻ്റെ സന്തുലനാവസ്ഥ അല്ലെങ്കിൽ മെൻ്റൽ ബാലൻസിങ് എന്നത് എന്താണ്? സ്വന്തം മനസ്സ് ആരോഗ്യമുള്ളതാക്കാൻ കഴിയുന്നത് ഒരു വ്യക്തിയിലെ വിവേകം, ചിന്താശേഷി, സാമൂഹിക അവബോധം, കാഴ്ചപ്പാടുകൾ, വൈകാരികത, വായനാശേഷി ഇവയെല്ലാം സമചിത്തതയിൽ സ്വയം വിലയിരുത്തിയെടുക്കുന്നതാണ് മാനസിക സന്തുലനാവസ്ഥ എന്നത്. നമ്മൾ തന്നെ ചിലരെ കുറിച്ച് പറയില്ല, ആ വ്യക്തി നല്ല മാനസിക പക്വതയുള്ള വ്യക്തിയാണ്. എങ്ങനെയാണ് ഈ പക്വത ഉണ്ടാകുന്നത്? നാം ജീവിക്കുന്ന ഈ സമൂഹത്തിൽ പ്രകൃതിയിൽ നിന്നും സഹജീവികളിൽ നിന്നും കണ്ടും കേട്ടും പഠിച്ചും നമ്മുടെ മറ്റൊരാളിൽ നിന്ന് കമ്പയർ സ്വയം നാം നിങ്ങളെയും നിങ്ങൾ എന്നെയും അന്യോന്യം കമ്പയർ ചെയ്തിട്ട് മറ്റൊരാൾക്ക് ഉള്ള പോസിറ്റീവായ കാര്യങ്ങൾ നാം സ്വീകരിക്കുകയും നെഗറ്റീവായ കാര്യങ്ങളെ നിരാകരിക്കുകയും ചെയ്ത് മാനസിക പക്വതയിലേക്ക് നമ്മളെ വളർത്താൻ മറ്റൊരാളുടെ പ്രേരകശക്തി ഒരു ഘടകമാണെങ്കിലും സ്വയം തീരുമാനിക്കുന്നതാണ് മാനസിക പക്വതയിലേക്കുണ്ടാകുന്നത്. അപ്പം ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ അല്ലെങ്കിൽ നിലനിർത്താൻ നല്ല ഭക്ഷണം ആരോഗ്യം ആവശ്യമായിരിക്കുന്നത് പോലെ മനസ്സിൻ്റെ ആരോഗ്യത്തിനുള്ള മരുന്നാണ് നല്ല വായന, സുദീർഘമായ വായന. ഏതെങ്കിലും കൃത്യമല്ല അറിവ് നേടുവാൻ വേണ്ടിയിട്ടല്ല വായിക്കേണ്ടത്. ജീവിതത്തെ ക്രമീകരിക്കാനും നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് പ്രയോജനപരമായി തീരുവാൻ വായനാശേഷി വേണം.
ഒരു കാര്യവും ഇല്ലാത്ത വിഷയങ്ങളിൽ വെറുതെ ആശങ്കപ്പെടുക, ബുദ്ധിഹീനമായ തീരുമാനങ്ങൾ എടുക്കുക, യുക്തിരഹിതമായ അഭിപ്രായങ്ങളോ മുൻവിധികളോ അടിസ്ഥാനമാക്കിയ ഒരു വ്യക്തിയെക്കുറിച്ചോ സാഹചര്യങ്ങളെക്കുറിച്ചോ ഗ്രഹിക്കാൻ കഴിയില്ല. അതിനാൽ വിഷയങ്ങളെ ഗൗരവമായി എടുക്കണം. മനസ്സിന്റെ പക്വത, ശാരീരിക പക്വതയും മാനസിക പക്വതയുണ്ട്. അത് മറ്റൊരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇപ്പോൾ നാം ചിന്തിക്കുന്നത് മനസ്സ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ മനസ്സിന്റെ ആരോഗ്യം എന്നത് പ്രോട്ടീൻ പൗഡറോ മറ്റ് വൈറ്റമിൻ ടാബ്ലറ്റുകളോ പ്രോട്ടീൻ ഒന്നുമല്ല, മറിച്ച് ഭക്ഷണമല്ല മനസ്സിന്റെ ആരോഗ്യം നിലനിർത്തുന്നത്, ചിന്താശീലമാണ്. നാം നന്നായി വായിക്കുകയാണെങ്കിൽ ചിന്തകൾക്ക് മാറ്റമുണ്ടാകുമ്പോൾ കവികളും കലാകാരന്മാരും ചിത്രകാരന്മാരും ഭാവനയിൽ കൂടെ വളർന്ന് അവർ ഒരു നാടിന് പ്രയോജനമുള്ളതായി തീരുകയും പ്രസിദ്ധരായി തീരുമ്പോൾ നാം അവർ ചരിത്രത്തിൽ കൂടെ നമ്മൾ അറിയാൻ കാരണം എന്നെപ്പോലെ നിങ്ങളെപ്പോലെ തന്നെയാണ് ശരീരവും മനസ്സും എങ്കിലും അവരുടെ മനസ്സിന് അവർ വളർത്തിയെടുത്തു സ്വന്തം നിലയിൽ. അപ്പം നല്ലൊരു വ്യക്തിയാകണമെങ്കിൽ ചിന്തകൾക്ക് വ്യക്തത വേണം. മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന പ്രലോഭനങ്ങൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വശംവദരാകാത്തവരാണ് മാനസിക പക്വത എന്ന് പറയാൻ കഴിയുക. അത് പൂർണ്ണമായും ശരിയാകണമെന്നില്ല കേട്ടോ, ചിലപ്പോൾ തെറ്റിപ്പോകാം. മനസ്സിനെ സ്വന്തം പരിധിയിൽ നിർത്താനും ആത്മവിശ്വാസത്തോടെ ജീവിക്കാനും ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്നതാണ് ആത്മവിശ്വാസം, അല്ലെങ്കിൽ കോൺഫിഡൻസ്. കോൺഫിഡൻസ് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ് മറക്കരുത്. ഓവർ കോൺഫിഡൻസ് വരുമ്പോൾ നമുക്ക് അഹങ്കാരമുണ്ടാകും. എന്നെ ആരും പഠിപ്പിക്കണ്ട, എന്നെ ആരും ഇതല്ല, എനിക്കെല്ലാം അറിയാമെന്നുള്ള ധാരണ. ഓവർ കോൺഫിഡൻസ് വരുമ്പോൾ ലോ കോൺഫിഡൻസിന്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ഫെയറിംഗ് ഉണ്ടാകും, സഭാകമ്പം ഉണ്ടായി നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കഴിവുകളോ ടാലന്റുകൾ അല്ലെങ്കിൽ ടാലന്റസ്, അത് ഗ്രീക്ക് പദമാണ്, അതിൽ നിന്നാണ് ടാലന്റോസ് വന്നത്. നമ്മളിൽ ജന്മനാൽ ലഭിക്കുന്നതോ വളർത്തിയെടുത്തതുമായ കഴിവുകളെ മറ്റു സ്റ്റേജിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഭയമുണ്ടായി ആശങ്ക വരുത്തി നാവ് ഡ്രൈ ആകുകയും ഒക്കെ വരുന്നതാണ് സ്റ്റേജ് ഫെയർ. അപ്പം മാനസിക പക്വതയിൽ ഒരു കാര്യമുള്ളത്, നമ്മൾ ഫെയർലെസ് ആയിരിക്കും, അതായത് ഭയമില്ലാതെ ഏത് കാര്യങ്ങളെ ചങ്കുറ്റത്തോടെ പ്രകടിപ്പിക്കാൻ ഉള്ള ഒരു ഭാഗമാണ് മാനസിക പക്വത. അപ്പോൾ ഉത്സാഹവും ഊർജ്ജസ്വലതയും ഉണ്ടാകണമെങ്കിൽ പോസിറ്റീവ് കാര്യങ്ങൾ സ്വയം കണ്ടെത്തണം. അതുകൊണ്ട് എല്ലായ്പ്പോഴും പോസിറ്റീവ് മാത്രം ചിന്തിക്കുന്ന ജീവിതത്തിന്റെ പക്വതയല്ല കേട്ടോ. സുഖദുഃഖങ്ങളും നന്മയും തിന്മയും എരിവും പുളിയും ഒക്കെ ചേരുന്നതാണ് ജീവിതത്തിന്റെ സമ്മിശ്രിതം ആകുന്നത്. അല്ലാതെ എപ്പോഴും നന്മകളും എപ്പോഴും പോസിറ്റീവും ചിന്തിക്കുന്നത് നല്ലതല്ല. ജീവിതത്തിൽ രോഗങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എനിക്കും നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഉണ്ടാകുമ്പോൾ സഹജീവികളെ അവരുടെ ദുഃഖങ്ങൾ, എനിക്ക് രോഗം വന്ന് എനിക്ക് വേദന വന്നെങ്കിൽ മാത്രമേ അവരുടെ രോഗവും ദുഃഖവും വേദനയും സങ്കടം അറിയാൻ പറ്റുള്ളൂ. എനിക്ക് സമൃദ്ധമായ എല്ലാ കാര്യവും ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് എനിക്കെന്താ പ്രശ്നം, അവരായി അവരുടെ പാടായി. അതുകൊണ്ട് ആ സ്വഭാവം ശരിയല്ല. പോസിറ്റീവും നെഗറ്റീവും നന്മയും തിന്മയും രോഗവും ദുഃഖവും സന്തോഷവും എരിവും ഉപ്പും പുളിയും മധുരം ഒക്കെ ചേരുന്നതാണ് ശരിയായ മാനസിക പക്വത. അപ്പൊ എല്ലാവർക്കും പ്രശ്നങ്ങളും പരാജയങ്ങളും സംഭവിക്കുമെങ്കിലും നാം കരുതേണ്ടത് ഒന്നാണ്, എന്തുകൊണ്ടാണ് നമുക്ക് മാനസിക പക്വത വരാത്തത്? പ്രതീക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും ലോകത്ത് എല്ലാവർക്കും സാധ്യമായിട്ടില്ലെന്നും മനസ്സിലാക്കുമ്പോൾ അവനവൻ്റെ പരാജയമല്ല എന്ന് ബോധ്യമാകും. ഇതൊരു മനസ്സിൻ്റെ വളർച്ചയുടെ ഒന്നാം ഭാഗമാണ്. അടുത്ത എപ്പിസോഡിൽ ഇതിനെ വിശദമായി നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഏവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം.